നമ്മൾ ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം കണ്ടാൽ നമ്മൾ പറയും, അള്ളാനെ മറന്ന പ്രവർത്തനം കാണിക്കരുത് കേട്ടോ, പടച്ചോനെ മറക്കരുത്. ഇപ്പോൾ പറഞ്ഞ് പടച്ചോനെ മറഞ്ഞ വർത്താനാണ് കേട്ടോ എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ പടച്ചവനെ മറക്കുന്നിടത്ത് മനുഷ്യൻ എന്തിലേക്ക് പോവും? തെറ്റിലേക്ക് പോവും. അത് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെ വീട്ടിൽ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ നമ്മൾ വളരെ അടുത്ത സുഹൃത്ത് മരിച്ചു. പിറ്റേന്ന് മുതൽ നമുക്ക് ഭയങ്കര ഭക്തിയാവും. നമ്മൾ ഖുർആൻ ഓതുന്നു, ജമാഅത്തും ഫുള്ള് നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, കുറേ നേരം പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഉള്ളിൽ മുതൽ പേടി ഉണ്ടാക്കും. അങ്ങനെ ഒരു പേടിയുള്ള പടച്ചവനെ ഓർക്കുന്ന സമയത്ത് നമ്മൾ തെറ്റ് ചെയ്യുമോ? തെറ്റ് ചെയ്യൂല എന്ന് മാത്രമല്ല, നന്മ ധാരാളമായി ചെയ്യും. ഇനി എപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യാന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോൾ ഇല്ലാതാകുന്നോ അപ്പോൾ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തുടങ്ങും. നോക്കി, നമ്മളിത് എപ്പോഴെങ്കിലും തെറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാവും, അത് ഉറപ്പാണ്. ആ സമയത്ത് നമുക്ക് ഈമാൻ കുറവായിരിക്കും. നമ്മൾ തെറ്റ് ചെയ്യുന്നത് ഈമാൻ കുറവ്. അതുകൊണ്ടാണ് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ നോക്കൂ, അഖിമി സ്വലാത്ത ലിദിക്കിരി. എന്താണ്? എന്നെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അപ്പം 5 നേരത്തെ നിസ്കാരം കൊണ്ട് അള്ളാഹു എന്താ ചെയ്യണത്? കൃത്യമായിക്കൊണ്ട് നമ്മളെ ഉള്ളിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ. അപ്പോൾ 5 നേരം നല്ലപോലെ നിസ്കരിക്കുന്നവൻ എന്തിലേക്ക് പോവില്ല? തെറ്റിലേക്ക് പോവില്ല. ഇനിയോ നിങ്ങൾ നോക്കൂ, രാവിലെ എഴുന്നേറ്റത് മുതൽ അല്ല അൽഹംദുലില്ലാ എന്ന പ്രാർത്ഥന എന്താണ്? അൽഹംദുലില്ലാഹി അഹ്യാന ബഅദമ അമാതന വൈലഹി നുഷ്. മരണമെന്ന ഉറക്കത്തിൽ നിന്ന് എന്നെ ഉണർത്തിയ പടച്ചോനെ, നിനക്കാണ് സർവസ്തുതയും. അള്ളാഹിനെ ഓർത്തുകൊണ്ട് അവൻ എണീക്കുന്നു. ബാത്റൂമിലേക്ക് പോകുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും, വാഹനത്തിൽ കയറുമ്പോഴും, പള്ളിയിലേക്ക് കയറുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, പഠിക്കുമ്പോഴും, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും, വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോഴും അവൻ എന്ത് ചെയ്യുന്നു? ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വഹിയ. എന്ന് വെച്ചാൽ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചൊന്നും എന്തിനാണ്? അവൻ അള്ളാഹിനെ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല? അവൻ തെറ്റിലേക്ക് പോവില്ല. അപ്പോൾ പടച്ചറബിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഓർമ്മ ഇല്ലാതാകുമ്പോൾ മനുഷ്യൻ തെറ്റിലേക്ക് പോകാൻ എന്ത് ചെയ്യും? അത് കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിസ്കാരങ്ങൾ കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ കഴിയണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടുന്ന മറ്റൊരു ഭാഗം എന്താണെന്നറിയാം? നമ്മളെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത. മരണചിന്ത ഒരു വിശ്വാസിയിൽ ഉണ്ടാവുക എന്നുള്ളത് അവനെക്കുറിച്ച് അവൻ എന്ത് ചെയ്യും? അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാവും. എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരണം എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്താ? മരണം എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്താ? എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ അതിനൊന്ന് മാറ്റി പറയട്ടെ. എല്ലാം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അവസാനിച്ചിട്ടല്ലേ നമ്മൾ പോണത്, അല്ലേ? ഇപ്പോൾ ഇതിൽ പല ആൾക്കാർക്കും ബിസിനസ് ചെയ്യണവരുണ്ടാവും, ഇല്ലേ? ബിസിനസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ബിസിനസ് അല്ലേ? നമുക്ക് ഇടയ്ക്ക് തോന്നലില്ല എന്ത്? ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ ബിസിനസ്, ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലപോലെ നടക്കില്ല, ഞാനില്ലെങ്കിൽ എന്ന് നമുക്ക് തോന്നലുണ്ടാവില്ലേ? സത്യസത്യമായിട്ട് പറഞ്ഞാൽ മതി. തോന്നാൻ പാടുണ്ടോ ഇല്ലെന്നുള്ള അടുത്ത ചോദ്യം. ഞാൻ ചോദ്യം ക്ലിയറായോ? ഞാനില്ലെങ്കിൽ എൻ്റെ ബിസിനസ് നല്ലപോലെ നടക്കില്ല എന്ന് തോന്നലില്ലേ? ഇതിൽ പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലേ? അപ്പോൾ നമുക്ക് തോന്നുന്ന കാര്യമാണെന്ത്? ഞാൻ വരുമാനം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂട് പട്ടിണിയാവും. അത് തോന്നലില്ലേ? തോന്നലുണ്ട്. പിന്നെ ചില ആളുകൾ പറയും, ഞാനില്ലെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിൽ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂല, ഒരു പേടിയാണ്, ഞാനില്ലെങ്കിൽ അവർക്ക് കഴിയാൻ പറ്റൂല എന്ന് പറയും. ചില ആളുകൾ വീട് പണി തുടങ്ങിയ പിന്നെ ഒരു ഹവയാണ്. ചില ആൾക്കാർ നമ്മൾ കാണണം, എവിടെ പോയാലും വീടിൻ്റെ പെയിൻറ്റ്, ടൈൽസ്, പ്ലംബിങ്, വയറ്, അതിൻ്റെ ആലോചനയാവും എപ്പോഴും, മുഴുവൻ സമയം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, വീട് പണി എടുപ്പിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ മതി. എപ്പോഴും അത് പണി തീർന്ന് കുടിയിരിക്കണവരെ അതിൻ്റെ പ്ലാനിങ് ആവും. എപ്പോഴും ജോലി ചെയ്യുമ്പോഴും, നിസ്കരിക്കുമ്പോഴും, പണിയെടുക്കുമ്പോഴും ഒക്കെ ആ ലെവലിലായിരിക്കും. എന്നാൽ അവർക്ക് തോന്നുകയാണെന്ത്? ഞാൻ ചെയ്തെങ്കിലേ ഇത് പൂർത്തിയാവുള്ളൂ എന്നുള്ളത്, അല്ലേ? അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാനുണ്ടെങ്കിൽ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുള്ളൂ, അവർക്ക് വരുമാനം കിട്ടുള്ളൂ. ഞാനുണ്ടെങ്കിൽ എൻ്റെ ഏർപ്പാട് മുന്നോട്ട് പോകുള്ളൂ. അതേപോലെ ഞാനുണ്ടെങ്കിലേ എൻ്റെ കച്ചവടം അല്ലെങ്കിൽ എൻ്റെ വീട് പണിയൊക്കെ നടക്കുള്ളൂ നമ്മൾ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്യുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിലേക്കാണ്. ഇത് പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അല്ല, സമ്പന്നനാണ്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് സമ്പന്നനായി ഒരു വലിയ ബിസിനസ്സിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെ കുടുംബത്തോടൊപ്പം ചില വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോയി.
യാത്ര പോയിട്ട് ഒരു ദിവസം തിരിച്ച് അവൻ വിദേശത്താണ് താമസിക്കുന്ന സ്ഥലത്തേക്ക് അവൻ വന്നു. എല്ലാവരും വിശ്രമത്തിലാണ്. പിറ്റേന്ന് നേരം വെളുത്ത് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കുടുംബ ഗ്രൂപ്പിലൊരു സഹോദരൻ ചോദിച്ചു, ആർക്കെങ്കിലും വല്ല അസുഖമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഈ എൻ്റെ സുഹൃത്തിന് പനിയുണ്ടെന്ന് പറഞ്ഞു. പനി ഒരു അസുഖമാണോ? പനി ഒരു അസുഖമല്ല. നമ്മളെ സമയത്ത് അസുഖമാണോ? അല്ല. എന്നാലും പനിയല്ലേ, ഡോക്ടറെ കാണിക്കാതിരിക്കുക. ഇപ്പം ഞാൻ പനി വന്ന് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുന്ന ഒരാളല്ല. ചില ആളുകൾ പനി വന്ന് വേഗം ഡോക്ടറെ കാണിക്കും. എന്നാൽ ഇവൻ്റെ സഹോദരൻ്റെ കൂടെ പോയി ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല. മരുന്നിക്കുള്ള മരുന്ന് എഴുതി, ആൻറ്റിബയോട്ടിക് എഴുതി, 2 ദിവസം റെസ്റ്റ് എടുത്തോളം മാറിക്കോളും. വീട്ടിലേക്ക് വരുന്നു. അന്ന് രാത്രി പനി വീണ്ടും മൂർച്ഛിക്കുന്നു, പ്രയാസത്തിലാകുന്നു. പിറ്റേ ദിവസം അവനെ കൂട്ടിയിട്ട് അവൻ്റെ സഹോദരൻ അനിയൻ വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിലേക്ക് കാറിൽ ഇരുന്നു കൊണ്ട് പോകുന്നു. അവിടെ എത്തിയിട്ടോ നടന്നു പോയി വീൽ ചെയറിലിരുന്ന് ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, ശരീരത്തിൽ എന്തോ ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ട്, ബോഡി പെട്ടെന്ന് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ICUയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ICUയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ICUയിലേക്ക് പ്രവേശിപ്പിച്ചവരാണ് മനസ്സിലാവുന്നത്, ടെസ്റ്റിന് വേണ്ടിയിട്ട് ശരീരത്തിൽ രക്തം എടുക്കുകയാണ്, അവയവം ടെസ്റ്റ് ചെയ്യാണ്. പക്ഷേ അവിടുത്തെ ഹോസ്പിറ്റലത്തെ ആളുകൾ പറഞ്ഞു, ശരീരത്തിൻ്റെ ഒരു അവയവവും എന്ത് ചെയ്യണില്ല, റെസ്പോണ്ട് ചെയ്താലല്ലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ടെസ്റ്റ് നടത്താനും കഴിയണില്ല. ബ്ലഡിൽ മുഴുവൻ എന്ത് ചെയ്ത് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്ന്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. അത് ബാധിച്ചാൽ ആ ഇൻഫെക്ഷൻ, ആ അണുക്കളെന്താ കാട്ടുന്ന തരാം, നമ്മൾ അവയവങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശ്വാസകോശവും കിഡ്നിയും ലിവറും അതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തുള്ള അവസ്ഥ, അബോധാവസ്ഥയിലായി. 2ാം ദിവസത്തെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ വഴിയുള്ളത്? ഇനി ഒരൊറ്റ വഴിയുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഡയാലിസിസ് ചെയ്യാം. ഡയാലിസിസ് ചെയ്താൽ രക്തം മുഴുവൻ പുറത്തേക്ക് എടുത്തിട്ട് ആ രക്തം മെഷീനിൽ ശുദ്ധീകരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് കയറ്റാലോ, ഇൻഫെക്ഷൻ ഒഴിവാക്കി ശുദ്ധീകരിക്കാമല്ലോ. അങ്ങനെ അതിന് തീരുമാനിച്ചു. ഡയാലിസിസ് ആരംഭിച്ചു. രക്തം പുറത്തേക്ക് ഊറ്റിയെടുത്തു, രക്തം മെഷീനിൽ ഫിൽട്ടർ ചെയ്തു. പക്ഷേ ആ രക്തം ആരും സ്വീകരിക്കണില്ല, ശരീരം സ്വീകരിക്കണില്ല. കാരണം ഇൻറ്റേർണൽ ഓർഗനൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം അവൻ്റെ ഉപ്പയും ഉമ്മയും എങ്ങോട്ടേക്ക് എത്തി? നാട്ടിൽ നിന്ന് ഈ പ്രശ്നം അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തി. ഡോക്ടർമാരും പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്, വെന്റിലേറ്റർ എടുത്താലും മരണം സംഭവിക്കും. അങ്ങനെ വെന്റിലേറ്ററിൻ്റെ ഇത് കയറിയിട്ട് ഉപ്പയും ഉമ്മയും അവനോട് എന്തൊക്കെയോ പറയുന്നു, അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒന്ന് കണ്ണ് തുറക്കാൻ പറയുന്നു. ഒന്നും കേൾക്കാതെ, കണ്ണുപോലും തുറക്കാതെ ഈ ലോകത്ത് നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? വിട പറഞ്ഞു പോകുമ്പോൾ അവൻ്റെ വയസ്സ് 33. വയസ്സ് എത്രയാണ്? 33. എൻ്റെ വയസ്സ് 34. ഇവിടെ ആ വയസ്സ് കഴിഞ്ഞ കുറേ ആൾക്കാരുണ്ടാവും. അവൻ തിരൂര് പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടിയാജി എന്ന് പറയുന്ന നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ്റെ മകൻ മുഹമ്മദ് നിസ്സു എന്നാണ് അവനെ വിളിക്കുക. അവനക്ക് 2 കുട്ടികളുണ്ട്. അവന് സൗമ്യനാണ്. ആ 2 കുട്ടികളും മരണപ്പെടുമ്പോൾ 7 വയസ്സും 4 വയസ്സാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ വളരെ സൗമ്യനാണ്. അവൻ ജോലി കഴിഞ്ഞ് വന്നാൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ കൂടെ കളിക്കുന്ന, അവൻ കുട്ടികളോട് കളിക്കുന്ന, എപ്പോഴും കുട്ടികളെടുത്ത് സ്നേഹിക്കുന്ന, താലോലിക്കുന്ന പ്രിയപ്പെട്ട നിസാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ 7 വയസ്സും 5 വയസ്സും ഒക്കെ ഉള്ള നിങ്ങളെ കുട്ടിയെ പിരിഞ്ഞ് മരിച്ചു പോകാൻ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അവൻ്റെ ആ സ്നേഹം ഇവിടെ അവസാനിച്ചിട്ടല്ല, അവസാനിപ്പിച്ചിട്ട് അവൻ പോയി. അതിനാണ് മരണമെന്ന് പറയാം. ഉണ്ടോ? 2ാമത്തെ കാര്യം, അവൻ്റെ പ്രിയതമ അബൂബക്കർ കാരക്കുന്നിൻ്റെ മകൾ സഫ വളരെ ചെറുപ്പത്തിൽ തന്നെ അവനെ വിട്ട് പിരിയാണ്. ആലോചിച്ച് നോക്കൂ, കുറഞ്ഞ 8-9 കൊല്ലം മാത്രം തൻ്റെ ഇണയോടുകൂടി ജീവിച്ച് പിരിയാൻ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടും? ആ ദാമ്പത്യ ജീവിതം സ്നേഹിച്ച് ജീവിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിതത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ എല്ലാ രസങ്ങളും ആസ്വദിച്ച് പൂരി തീരുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ഇണയെ തനിച്ചാക്കി പോകേണ്ടി വരും. നേരത്തെ ചോദിച്ചില്ലേ, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാർ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് ചോദിച്ചില്ലേ? പക്ഷേ നമ്മളില്ലെങ്കിൽ നമ്മളെ വീട്ടുകാരെ ഒറ്റയ്ക്ക് നിർത്തേണ്ടി വരും. അങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിപ്പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മരണം എന്ന് പറയാം. ആ സഹോദരൻ അവൻ അന്ന് മരിക്കുമ്പോൾ ഒരു വലിയ വീട് അവൻ്റെ നാട്ടിൽ അവന് പണി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പണി അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെയോ നമ്മൾ ചില ആളുകളെ പോലെ
ആ വീട് പണി പൂർത്തിയാക്കാൻ അവൻ ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. കാരണം അവന് ആവശ്യത്തിന് സമ്പത്ത് പടച്ചോൻ കൊടുത്ത ആളാണ് ഉണ്ടോ. പക്ഷേ ആ വീട് പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പാതി വഴിയിൽ അത് അവസാനിപ്പിച്ച് അവന് പോകേണ്ടി വന്നു. ചില ആൾക്കാർ വീട് പണി തുടങ്ങിയ പിന്നെ വേറെ ഒന്നിക്കും ശ്രദ്ധയില്ല. സംഘടനാ പ്രവർത്തകരാവും, സംഘടന കാര്യം മറക്കും. വീടേന്ന് പറഞ്ഞാണ്ട് അതുമ്പോൾ നടക്കുന്ന ആളുകളുണ്ട് ഉണ്ടോ. പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയും ഒക്കെ തനിച്ചാക്കി പോകേണ്ടി വന്നു. സഹോദരങ്ങളെ, അങ്ങനെ ഒരു പക്ഷേ നമ്മൾ പോകേണ്ടി വരും. അതിനാണ് എന്തു പറയുക, മരണം എന്ന് പറയാം. അക്സിറൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം, അക്സിറൂ നിങ്ങൾ വർദ്ധിപ്പിക്കണം, ദിക്ർ വർദ്ധിപ്പിക്കണം. എന്ത് ദിക്റാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ദിക്ർ എന്താണ്? ഉത്ബോധനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അക്സിറൂ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിക്റുണ്ട്. ഹാദിമുമില്ലദാത്ത്, നിങ്ങളെ എല്ലാ സന്തോഷങ്ങളെയും, നിങ്ങളെല്ലാ രസങ്ങളെയും, നിങ്ങളെല്ലാ പ്ലാനിങ്ങും, നിങ്ങളെ ആഗ്രഹങ്ങളും ഒക്കെ എല്ലാം തകർത്ത് കളയുന്ന, ഇല്ലാതാക്കുന്ന ഒരു ദിക്ർ നിങ്ങൾ ഓർക്കണം. ആ ദിക്ർ അതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയതിനെ കുറിച്ചിട്ടാണ്. അത് അൽ മൗത്ത്, മരണമാണ് ഉണ്ടോ. ആ ഹദീസിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച വാക്ക് ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ത്? അദ്ദിക്ർ എന്നുള്ള വാക്കാണ്. ദാക്കസിറു ദിക്റ ഹാദിമുമ്മിൽ ലദ്ദാത്ത്, നിങ്ങളെ എല്ലാ സന്തോഷങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങളൊന്നും എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിക്കണമെന്ന്. അപ്പോൾ ആ ആലോചന എന്ത് ചെയ്യും? നമ്മളിൽ മാറ്റമുണ്ടാക്കും അല്ലേ. നമ്മൾ എപ്പോഴും ആലോചിക്കൽ എന്താണെന്നറിയോ? എൻ്റെ ഉമ്മ മരിച്ചാൽ എന്താ ചെയ്യുക, എൻ്റെ ഭാര്യ മരിക്കേ, എൻ്റെ കുട്ടി മരിക്കേ, ഓഹ് നമുക്ക് സങ്കടമാണ്, ദുഃഖമാണ് അല്ലേ. പക്ഷെ നമ്മളിൽ അധികം ആൾക്കാരും ആലോചിക്കാത്തൊരു സാധനം എന്താണെന്ന് നിങ്ങൾ എന്താണ്? നമ്മളെ മരണത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ആലോചിക്കില്ല. നമ്മളെ വിചാരം എന്താണ്? എൻ്റെ ഭാര്യ മരിക്കും, എൻ്റെ ഉപ്പ മരിക്കും, എൻ്റെ ഉമ്മ മരിക്കും, ഒക്കെ മരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഞാൻ മരിക്കുമെന്ന് ശരിക്ക് നമ്മുടെ മനസ്സ് എന്ത് ചെയ്തിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. സഹോദരന്മാരെ, മരിക്കാതിരിക്കും നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആർക്കിനും വല്ല ഉറപ്പുമുണ്ടോ? മരണത്തിന് ഒരുപാട് കാലാവധി ഉണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ലല്ലോ, ഒരു ഉറപ്പും അതിനില്ല. നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നേരം ഒരു ടെസ്റ്റ് ചെയ്യും, വല്ല ഷുഗറോ പ്രഷറോ എന്തെങ്കിലുമൊക്കെ ഫാറ്റി ലിവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ടെൻഷനാവും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞു ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, അസുഖമുള്ളവരല്ല ഭയപ്പെടേണ്ടത്. അസുഖമുള്ളവൻ്റെ പ്രത്യേകത ഉണ്ട്, അവൻ കൺട്രോൾ ചെയ്യും. പിന്നെ അവൻ്റെ ഭക്ഷണം കൺട്രോൾ ചെയ്യും, അവൻ വ്യായാമം ചെയ്യും, അവൻ ഇടയ്ക്കിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് അസുഖം കൂടുതലാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഡോക്ടറെ കാണും. അവൻ്റെ വിഷയത്തിൽ ബോധേടാവും, നിയന്ത്രണം ഉണ്ടാവും. നിങ്ങൾ ഒരു ടെസ്റ്റ് നടത്താതെ എനിക്കൊരു കുഴപ്പമില്ലാതെ ജീവിക്കുന്ന അവസ്ഥകൾ വെച്ച് നോക്കി, അവൻ്റെ ഉള്ളിൽ കൊളസ്ട്രോൾ കൂടുണ്ടാവും, കൊഴുപ്പ് കൂടുണ്ടാവും, ഫാറ്റി ലിവർ ഉണ്ടാവും, ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ട്, അതോനെ അറിയണം കൂടില്ല. പെട്ടെന്ന് കൂടിയിട്ട് എന്ത് ചെയ്യും? മരണം സംഭവിക്കും ഉണ്ടോ. അപ്പോൾ പെട്ടെന്നുള്ള മരണം സംഭവിക്കൽ ആർക്കാന്ന് നിങ്ങൾ? കുറേ അസുഖമുള്ളവനക്കല്ല. ഒരു അസുഖവും ഇല്ല, ഞാൻ ഭയങ്കര ഓക്കെയാണ്, ഞാൻ ഫിറ്റാണെന്നുള്ള ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഈ ഇരിക്കണ എത്ര ആൾക്ക് ധൈര്യമുണ്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ? ഞാൻ എഴുതി വെച്ചാൽ ഞങ്ങൾ ബോഡി വെച്ചപ്പോൾ ഞാൻ പറയും, ഇതിരിക്കണ 80% ആൾക്കും ഉള്ളിൽ അസുഖം ഉണ്ടാവും. നിങ്ങൾ ധൈര്യം ഒന്ന് ഇപ്പോൾ ചെയ്ത് നോക്കി. ചെറുപ്പക്കാരൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ജീവിതം ആ രീതിയിൽ മാറിയിരിക്കണം. ഒന്ന് പോയിട്ട് ഫുൾ ബോഡി ശരീരത്തിൽ എല്ലാതും നോക്കി. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ ചെയ്തു, എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തു. എന്നിട്ട് ഞാൻ ആകെ പേടിച്ചു. എന്നിട്ട് ഇന്നക്കാൾ റിസൾട്ട് അയച്ചെന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്? ഡോക്ടറോട് ചോദിപ്പിച്ചിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കണ്ടോ? പേടിച്ച് ജീവിക്കേണ്ടി വരും ഉണ്ടോ. ശരീരത്തിൻ്റെ താളം അങ്ങനെയാണ്. അതുകൊണ്ട് നാം ഈ ഓർമ്മ അക്സിറു നമ്മളെപ്പോഴും ആലോചിക്കണം. ദിക്റ ഹാദിമുമില്ലദാത്ത്, നമ്മുടെ മരണം എന്ത് ചെയ്യാം? ഏത് സമയവും നമ്മളിലേക്ക് കടന്നു വരാമെന്നുള്ളത്. അതുകൊണ്ട് ഒരു വിശ്വാസി കൃത്യമായിക്കൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളിലൂടെ, ആരാധനകളിലൂടെ അള്ളാഹുവിനെ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ഓർത്തുകൊണ്ടിരിക്കണമെന്ന്. ഇനിയോ ഈ ആരാധനകൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാധന ഏതാണ്? ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാധന ഏതാണ്? നമസ്കാരം അല്ലേ. ഈ നമസ്കാരത്തിൽ അത് എങ്ങനെ കൈകെട്ടണം, എങ്ങനെ റുക്കൂ ചെയ്യണം, എങ്ങനെ സുജൂദ് ചെയ്യണം, അത്തഹിയാത്ത് എന്താണ്, സലാം പൊട്ടുന്നത് എന്താണ്, അതിലെന്തൊക്കെ ചെല്ലണം, ഇത് ഖുർആനിലുണ്ടോ? ഖുർആനിൽ അതൊന്നുമില്ല. ഖുർആൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം? ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിങ്ങൾക്ക് ഭയഭക്തി വേണം. എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നിസ്കരിക്കണം? അള്ളാഹുവിനെ ആലോചിച്ച് നിസ്കരിക്കണം അല്ലേ. ഇപ്പോൾ വൈലുലിൽ മുസല്ലി എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അതിൻ്റെ അർത്ഥം എന്താ?
നിസ്കാരക്കാർക്കാണ് നിസ്കരിക്കാത്ത വിഷയം അവിടെ എടുക്കട്ടെ. നിസ്കരിക്കുന്നവർക്ക് നാശമെന്ന് വൈലെന്ന് ഖുർആൻ പ്രയോഗിച്ചത് എന്തിനെ കുറിച്ചാണെന്നറിയോ? വൈലുലിൽ മുത്തഫിഫീൻ, എന്താണ്? കളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം, നരകാണ്. വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, എന്താണ്? കുത്തി പറയുന്നതും അവഹേളിക്കുന്നതുമായ ആളുകൾക്ക് നാശമെന്ന. അപ്പോൾ അതിനർത്ഥം വൈലെന്ന് പ്രയോഗിച്ചത് എന്തിനെ കുറിച്ചിട്ടാണ്? നരകത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വൈലുൽ മുസല്ലി എന്ന് പറയുന്നത് അറിയോ? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുണ്ടല്ലോ. അതിന് അതിൻ്റെ വാക്യങ്ങൾ നോക്കി, അതിൻ്റെ വിശദീകരണം പറയേണ്ടത് ബാക്കി എന്താ? ആയത്തിൻ്റെ ബാക്കി എന്താ? വൈലുൽ മുസല്ലി ബാക്കിയാത്ത എന്താ? അല്ലദീനവും അൻ സ്വലാത്തിഹിം സാഊൻ, അവൻ്റെ നിസ്കാരത്തിൽ എന്താണ്? അശ്രദ്ധനാണെന്നാണ് അല്ലേ? ഈ അശ്രദ്ധനല്ലാത്തതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ശ്രദ്ധ ഉണ്ടാവും. എന്ത് ശ്രദ്ധ? ആരെ ശ്രദ്ധ ഉണ്ടാവും? അള്ളാഹിനെ ശ്രദ്ധ വെച്ചാൽ അള്ളാഹിനെ ഓർക്കും. അള്ളാഹിനെ ഓർക്കുന്ന നിസ്കാരം എന്താവില്ല? വൈലുണ്ടാവില്ല, നാശത്തിലേക്ക് എത്തൂല. അപ്പം എന്താണ് നമ്മൾ കൃത്യമായി പഠിപ്പിക്കണം? എന്താണ്? അള്ളാഹിനെ ഓർമ്മയില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരം എന്താണെന്നറിയോ? അത് നമ്മളെ നാശത്തിലേക്ക്, നരകത്തിലേക്ക് എത്തിക്കുന്നതോടെ പഠിപ്പിക്കുന്നത് കൃത്യമായിക്കൊണ്ട്. ഇനി ഞാൻ വേറെ ഉദാഹരണം അതിൽ കൂട്ടിച്ചേർക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇതിൽ ഇഹ്സാനെ കുറിച്ച് പഠിച്ചത് കിട്ടണോ? മല്ല ഇഹ്സാൻ എന്ന് ചോദിക്കുന്നത്. ഇത് എത്രയൊക്കെ ഇഹ്സാനെ കുറിച്ച് ഒന്ന് പറയും. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു വഇന്നഹു യറാക. ഓക്കെ, ഇതിൻ്റെ മലയാളം ഒന്ന് പറയോ? നിങ്ങൾ എന്താ പറയണേ? ഞാൻ ചോദിക്കട്ടെ, നിസ്കരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ എന്താ ഓർക്കേണ്ടത്? നമ്മൾ അള്ളാഹിനെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കാര്യം പറയാം. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന ചിന്തയോടെ നിസ്കരിക്കണം. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വീണ്ടും ആവർത്തിക്കണോ? നിങ്ങൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹു നിങ്ങളുടെ മുമ്പിലുണ്ട്, ആ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഏതാണ് ഇഹ്സാൻ എന്ന് ഞാൻ പറയുന്നു. ശരിയാണോ? ശരിയല്ലേ? യെസ്. തിരുത്തുന്ന പറയണം. വേണ്ട, മുമ്പിൽ വേണ്ട, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നതുപോലെ നിസ്കരിക്കണം. ശരിയാണോ? ആണ്, ഉറപ്പാണ്. നമുക്ക് അതിൻ്റെ അർത്ഥം കൊണ്ട് പറഞ്ഞു നോക്കാം. അൻ തഅബുദല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. കഅന്നക തറാഹു, ഏതുപോലെയാണ്? നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്നതുപോലെ നിസ്കരിക്കണം എന്നാണ്. അൻ തഅബുദല്ലാഹ കഅന്നക യറാഹു എന്നല്ല, കഅന്നക തറാഹു. ഞാൻ കൈ കെട്ടിയാൽ അള്ളാഹ് എന്നെ കാണുന്നുണ്ടെന്നത് പോലെയല്ല ഞാൻ നിസ്കരിക്കേണ്ടത്. എനിക്ക് പടച്ചോനെ കാണാൻ പറ്റണം. കഅന്നക തറാഹു, ഞാൻ അള്ളാഹുവിനെ, നീ അവനെ കാണുന്നത് പോലെ നിസ്കരിക്കണം. കാരണം എന്താണ്? വഇല്ലം തക്കുൻ തറാഹു അല്ലേ? ഫഇല്ലം തക്കുൻ തറാഹു, നിനക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും വഇന്നഹു യറാക, അള്ളാഹ് നിന്നെന്ത് ചെയ്യുന്നുണ്ട്? കാണും. നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കി എന്താണെന്നറിയാം? അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിസ്കാരം എന്ത് ചെയ്യട്ടെ? നന്നാക്കട്ടെ എന്നാണ്. നമസ്കാരിക്കുമ്പോൾ, ആരാധന ചെയ്യുമ്പോൾ നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യം അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നാണ്. ശരിക്കും അങ്ങനെയല്ല. ഒരു വിശ്വാസി അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിസ്കരിക്കുമ്പോൾ നിസ്കാരം എങ്ങനെയാണെന്നറിയോ? അവൻ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നിസ്കരിക്കും. അപ്പോൾ നിസ്കാരത്തിൽ കൂടുതൽ ഭയഭക്തി കടന്നു വരും. ആ നിസ്കാരം അള്ളാഹു എന്ത് ചെയ്യും? സ്വീകരിക്കും. അതാണ് ഹാഷി ഒഷുവത്തുള്ള നിസ്കാരം. അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഇങ്ങനെ വിഷയം ഒന്നിങ്ങനെ ചുരുക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നമുക്ക് ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ, ഖുർആൻ വായനയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ദിക്ർ, ഉത്ബോധനം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തണം. ആരാധനകളിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തണം എന്ന് ഞാൻ പറഞ്ഞു. മരണചിന്തയിലൂടെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ ഓർമ്മ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണമായിക്കൊണ്ട് ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബികൾ ഒരാളെ പരിചയപ്പെടുത്തണം കേട്ടോ. ഇന്ന ഫുലാനത്തൻ, ഒരു സ്ത്രീ. ഈ സ്ത്രീ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? സ്ത്രീയാവും പുരുഷനാകോട്ട് ചിന്തിക്കാം. നമ്മൾ ഈ വിഷയത്തിൻ്റെ മർമ്മം ആലോചിച്ചാൽ മതി. ഒരു സ്ത്രീ തഖൂമുൽ ലൈല, രാത്രിയിൽ നമസ്കരിക്കുന്നവളാണ്. രാത്രി നിസ്കരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഏത് നിസ്കാരമായിരിക്കും? തഹജ്ജുദ് നിസ്കാരമായിരിക്കും. അപ്പോൾ തഹജ്ജുദ് സ്ഥിരമായി നിസ്കരിക്കുന്ന ആളാണ് ആള്. പിന്നെയോ തസൂമുൻ നഹാർ, പകലിൽ നോമ്പെടുക്കുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നോമ്പായിരിക്കും? അവിടെ റമദാനിലെ നോമ്പായിരിക്കില്ല. സ്ഥിരമായിരിക്കുന്ന നോമ്പ് ഏതാണ്? സുന്നത്ത് നോമ്പാവും. എന്ന് വെച്ചാൽ സ്ഥിരമായി സുന്നത്ത് നോമ്പ് എടുക്കുന്ന ഒരാൾ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പള്ളിയിൽ വരുന്ന ഒരാൾ, അയാൾ തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിക്കുന്ന ആളാണ്, സുന്നത്ത് സ്ഥിരമായി സുന്നത്ത് നോമ്പ് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണ്. അയാളെ കുറിച്ച് നമ്മളെ അഭിപ്രായം എന്താവും? നല്ലൊരു മുത്തക്കിയാണെന്ന് പറയും അല്ലേ? അതല്ലേ നമ്മൾ പറയാം, ഉറപ്പല്ലേ? യെസ്. എന്നാൽ അയാളെ കുറിച്ചിട്ട് അപ്പം അങ്ങനത്തെ നല്ല മുത്തക്കിയായ ഗുണങ്ങളുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. എന്താ പറയുക, നമ്മൾ പല ആൾക്കാരും ധാരണ ഞാൻ വളരെ പെർഫെക്റ്റ് ആണ് എന്നാണ്, ഞാൻ ഭയങ്കര ഉഷാറാണ് എന്നാണ് നമ്മളിൽ ഞാനടക്കമുള്ള ആൾക്കാരുടെ ധാരണ. അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാണ്, നമ്മളെപ്പോലല്ല, നമ്മളെക്കാളും തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കുന്ന, അതേപോലെ തന്നെ സുന്നത്ത് നോമ്പ് വിട്ടൊഴിയാതെ എടുക്കുന്ന നല്ലൊരു മുഅ്മിനത്തായിട്ടുള്ള ഒരാൾ. ഇനിയോ തഫ്അലു വതസദ്ദഖു, ആ രീതിയിൽ നന്മകൾ പ്രവർത്തിക്കുകയും സത്യസന്ധമായി ജീവിക്കുന്ന ആളുമാണ്, സ്വതക്ക കൊടുക്കുന്ന ആളാണ്, അതേപോലെ തന്നെ നന്മയിൽ ജീവിക്കുന്ന ആളാണ്. ആ എല്ലാ ഗുണങ്ങളുള്ള ആൾ. പക്ഷെ അവർക്കൊരു പോരായ്മയുണ്ട്. തുഅദ്ദി, അവർ പ്രയാസപ്പെടുത്തും, ജീറാനഹ, അവളുടെ അയൽവാസിയെ. അവളെന്ത് ചെയ്യും? അവളുടെ അയൽവാസിയെ പ്രയാസത്തിലാക്കും. ബിലിസാനിഹ, അടിക്കം കുത്തുകയും ചെയ്യും കേട്ടോ. അവളെ നാവ് കൊണ്ട് എന്ത് ചെയ്യും? ഉപദ്രവം ഉണ്ടാക്കും. അയൽവാസിക്ക് എന്ത് ചെയ്യും? നാവ് കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കും. എങ്ങനെയാണ് നാവ് കൊണ്ട് ഉപദ്രവം ഉണ്ടാവുക? അടിക്ക കുത്ത് ചെയ്യണില്ല, എന്താ ചെയ്യണുള്ളൂ? നാവ് കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കുന്നത്. നാവ് കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കൽ എങ്ങനെയാണ്? ഒന്ന്, അവരെ പ്രയാസപ്പെടുത്തുന്ന വർത്താനം പറയാം, അയൽവാസികളോട് മുഖം കറുപ്പിച്ച് വർത്താനം പറയാം. പിന്നെ അല്ലേ, പിന്നെന്താ ചെയ്യുക? എന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ച് ചീത്ത പറയാം. പിന്നെയോ അയൽവാസികളെ കുറിച്ചിട്ട് മറ്റേ അയൽവാസി പോയിട്ട് ഇല്ലാത്ത പറഞ്ഞു കൊടുക്കുക. അയൽവാസിക്ക് വിഷമം ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുക, അവരെ വഴി മുടക്കുക, അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിൽ ചെയ്യുക, അവരുമായി അതിർത്തി തർക്കം ഉണ്ടാവുക അല്ലേ? ഈ സമയത്തൊക്കെ സംസാരിക്കാം. ഇതൊക്കെ അല്ലേ നാവ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലേ? അപ്പോൾ റസൂലിനെ ചോദിക്കുക, റസൂലെ ഈ ആളെ കുറിച്ച് റസൂലിൻ്റെ അഭിപ്രായം എന്താ? ആരാണ്? തഹജ്ജുദ് മുടങ്ങാൻ നിസ്കരിക്കുന്ന ആളാണ്, സുന്നത്ത് നോമ്പ് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണ്, സ്വതക്ക ധാരാളം കൊടുക്കുന്ന ആളാണ്, ഒരുപാട് നന്മ ചെയ്യണം. ഒരൊറ്റ പോരായ്മ ഉള്ളൂ, നാവ് കൊണ്ട് അയൽവാസിയെ പ്രയാസപ്പെടുത്തും. റസൂലെ ഈ സ്ത്രീനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയും ഇല്ല. പിന്നെന്താ പറയുക? നിർത്തിയോ? ഇല്ല. ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകത്തിൻ്റെ അവകാശികളിൽ പെട്ട ആളാണ്. അത് എന്തു മനസ്സിലായി നമുക്ക്? നമ്മൾ നിസ്കരിച്ച്, നോമ്പ് നോറ്റ്, തഹജ്ജുദ് നിസ്കരിച്ച്, സ്വതക്ക കൊടുത്ത്, നല്ല സംഘടനാ പ്രവർത്തനം നടത്തി ഇങ്ങനെ ജീവിച്ചാൽ അത് പടച്ചോനോടുള്ള കടപ്പാടുകളൊക്കെ തീരും. പക്ഷേ അതോടൊപ്പം ഒരു മുസ്ലിം എന്തായിരിക്കണം? ദുനിയാവിൽ അവൻ്റെ സഹപ്രവർത്തകരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ആളും കൂടിയാവണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ അമലുകളൊക്കെ പൊളിഞ്ഞു പോയി നരകത്തിലേക്ക് പോകേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ആകെ ചുരുക്കം. അതുകൊണ്ട് അവസാനം ഓർക്കേണ്ട ഒരു കാര്യം പറയാണ്. എന്താണെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനിൽ മുഫ്ലിസ്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. മനിൽ മുഫ്ലിസ്. റസൂലെ, സഹാബികളെ, ആരാണ് ഏറ്റവും പാപ്പരായവൻ? എന്താ പാപ്പരെന്ന് പറഞ്ഞാൽ? പൊളിഞ്ഞു പോലെ ബിസിനസ് നടത്തി പൊളിഞ്ഞാൽ നമ്മൾ പറയും പാപ്പരായവൻ. ആരാണ് പാപ്പരായർ? റസൂലെ, ദിർഹമും ദീനാറും ഇല്ലാത്തവനല്ലേ? അല്ല. ദുനിയാവിൽ ഒന്നും പ്രവർത്തിക്കാത്തവനല്ല, ധാരാളം അമല് ചെയ്ത് നിസ്കരിച്ച് പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് വരും, പരലോകത്തേക്ക് വരും. അവർ അള്ളാനെ മറന്ന വർത്താനം പറഞ്ഞിട്ടുണ്ടാവും ദുനിയാവിൽ. അങ്ങനെ അള്ളാനെ മറന്ന് മറ്റുള്ളവനെ പ്രയാസമുണ്ടാക്കിയ ആൾക്കാരുണ്ടാവും. എന്തു ചെയ്യും? അവൻ മൂലം പ്രയാസമുണ്ടായ ആളുകൾക്ക്, വിഷമമുണ്ടായ ആളുകൾക്ക്, ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത്, അവർക്ക് ഇവൻ്റെ അമലുകളെല്ലാം അള്ളാഹു കൊടുക്കും. പിന്നെയോ ആ കൊടുത്തത് മതിയാകാതെ വന്നാൽ ആരെക്കുറിച്ചാണ് അവൻ കുറ്റം പറഞ്ഞു നടന്നത്, അവരെ അമല് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്കും വരും. ചില തിന്മകൾ ഇങ്ങോട്ടേക്കും കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഞാൻ അവസാനിപ്പിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ അള്ളാഹുവിനെ ഓർക്കാത്ത, പടച്ചോനെ മറന്ന വർത്തമാനം നമ്മളെ നാവിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ്. അപ്പോൾ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുമ്പോൾ ഒരു വിശ്വാസിൽ എന്തുണ്ടാവും? വിനയം ഉണ്ടാവും. അവൻ്റെ ഇടപാടിൽ, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പ്രവർത്തനത്തിൽ, എല്ലാത്തിനും അവൻ എന്ത് ചെയ്യും? അള്ളാഹുവിനെ ഓർക്കും. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹിനെ ഓർമ്മയുള്ളവൻ എന്ത് ചെയ്യുന്നവരോ അവൻ്റെ എല്ലാ മേഖലയിൽ എന്ത് ചെയ്യും? അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും. അവിടെ ഒന്നും എന്ത് വരില്ല? തിന്മ കടന്നു വരില്ല. ഇനി ഞാൻ നിങ്ങൾക്ക്
പിന്നെ പടച്ചവനെ കുറിച്ച് ഓർക്കേണ്ടുന്ന ചില സന്ദർഭം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ, അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഖുർആനൊരു ആയത്താണ് കേട്ടോ. വലാ തെർക്കനു, നിങ്ങൾ പക്ഷം ചേരരുത്. പക്ഷം ചേരുന്നത് മനസ്സിലായില്ലേ? നിങ്ങൾ പക്ഷം ചേരരുത്. ആരുടെ? അല്ലദീന ലൊലമു, അക്രമികളായ ആളുകളെ. ഉദാഹരണത്തിന് നിങ്ങളുടെ അനിയനോ ജ്യേഷ്ഠനോ ഉപ്പയോ സഹോദരിയോ വേറൊരാളുമായി കൊണ്ട് തർക്കം ഉണ്ടാവും. ഇപ്പം അയൽവാസി തർക്കാവും, വഴിത്തർക്കാവും, അങ്ങനെ തർക്കം ഉണ്ടാവും. അവർ തമ്മിൽ പ്രശ്നമാവും അല്ലേ? നിങ്ങൾ ആരപ്പം നിൽക്കും? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുപ്പയോ മക്കളോ സഹോദരനോ സഹോദരി ഒരാൾ അയൽവാസിയുമായി വഴി പ്രശ്നം ഉണ്ടായി, കേസാവും, അങ്ങനെ പ്രശ്നം ഉണ്ടായി, സത്യം പറയാൻ നിങ്ങൾ ആരപ്പം നിൽക്കും? ഖുർആൻ പറയാണ്, നീ ന്യായം ഓൻ്റെ ഭാഗത്താണെങ്കിലോ അപ്പോഴും ജനങ്ങൾ ആരെ കൂടെ നിൽക്കുക? എൻ്റെ ചോരൻ്റെ കൂടെ നിൽക്കും. ഖുർആൻ പറയാണ്, വലാ തർക്കനു ഇലല്ലദിന ലൊലമു, ന്യായം നിങ്ങളെ വേണ്ടപ്പെട്ടവൻ്റെ ഭാഗത്തല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഓൻ്റെ ഭാഗം നിൽക്കരുത്. എന്താ കാരണം എന്നറിയോ? ഫതമസ്സക്കും അന്നാർ, അക്രമിയായ അനീതി കാണിക്കുന്ന ഒരാളെ കൂടെ നിങ്ങൾ പക്ഷം ചേർന്നാൽ നിങ്ങളെ നരകം സ്പർശിക്കുന്നതാണ്. ഉണ്ടോ? അപ്പോൾ ഒന്നങ്ങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നങ്ങ് നിങ്ങൾക്ക് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാം. ആരുടെ ഭാഗത്താണ്? ന്യായൻ്റെ ഭാഗത്ത് നിൽക്കാം. അതല്ല നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? രണ്ടാളെ ഭാഗത്ത് നിൽക്കണ്ട. ഉണ്ടോ? അതല്ലാതെ എൻ്റെ വാപ്പയാണ് എൻ്റെ മോനാന്ന് വിചാരിച്ചിങ്ങാണ്ട് അനീതിൻ്റെ ഭാഗത്ത് ചേർന്നാൽ അത് നരകത്തിൽ പോകാൻ കാരണമാവും. ഇനി വേറൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ള വിഷയം, ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലേ, മൻ അദ്റക വാലിദൈഹി ഔ അഹദുഹുമ സുമ്മ ദഖലന്നാർ, ഒരാൾ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചു. ഇത് നമ്മൾ പടച്ചോനെ മറക്കുന്ന ഉദാഹരണം മാത്രം പറയാട്ടോ. ആരെ ഞാൻ പറപ്പിഞ്ഞ അവസാനം പറഞ്ഞ ആരെ കുറിച്ചിട്ടാണ്? അവസാനം 2-3 പോയിന്റ് പറഞ്ഞ ആരെ കുറിച്ചിട്ടാണ്? എന്താ മനസ്സിലായത്? അവസാനത്തെ 2-3 പോയിന്റ് അയൽവാസി മുതൽ പറഞ്ഞത് ആരെ കുറിച്ചിട്ടാണ്? ചീത്തയായി ജീവിക്കുന്ന ആളെ കുറിച്ചിട്ടാണോ? അല്ല. ആരെ കുറിച്ചിട്ടാണ്? നല്ലപോലെ ദീന നിസ്കാരമുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ പടച്ചോനെ മറക്കണ ചില ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞു. ഒന്ന് അയൽവാസിയുമായിട്ടുള്ള ബന്ധം, ഒന്ന് ഈ സ്വത്ത് തർക്കം അയൽവാസി തർക്കം വരുമ്പോൾ നമ്മൾ ഒപ്പം നിൽക്കുന്ന വിഷയം. മൂന്നാമത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യുന്ന നിങ്ങൾ, അവർ മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കാതിരിക്കും. ഇങ്ങോട്ട് പല ആൾക്കാരും മദ്രസയിൽ ഒന്നും പറയില്ല, രക്ഷിതാക്കൾ ഒന്നും കണ്ട് 5 വയസ്സും 10 വയസ്സിലെ കുട്ടീനെ നിങ്ങൾ ഉപദേശിക്കണം. എന്തിനാ? അവൻ എന്നോട് എപ്പോഴും എടുത്തു ചാടുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ അനുസരിക്കണില്ല, മാതാപിതാക്കളുള്ള കടമകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് എന്നോട്. ഖുർആനിൽ പ്രധാനമായി 2 സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മാതാപിതാക്കളുള്ള കടമകൾ നിർവഹിക്കണം വിശദീകരിച്ച് പറയുന്നത് 2 സ്ഥലത്ത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ 2 സ്ഥലത്തും പറഞ്ഞത് ആരോടല്ല? കുട്ടികളോടല്ല. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് എടുത്ത് പരിശോധിച്ച് നോക്കണം. അവിടെ ഈ കുട്ടികളെയല്ല അവിടെ ഉപദേശിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളെ അവരെന്ത് ചെയ്ത് ഗർഭം ചുവന്നു, വഹ്നൻ അലാ വഹ്നി, പ്രയാസത്തിന് മേൽ പ്രയാസം അവർ സഹിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അവർ 2 ആളുമോ അവരിൽ ഒരാളോ അവരെന്ത് ചെയ്യുന്നു? വാർദ്ധക്യം ബാധിച്ച് നിങ്ങളെ കൂടെ ഉണ്ടാവും. എന്താ വാർദ്ധക്യം ബാധിക്കണ? വാപ്പിയമ്മ ഉണ്ടാവുന്ന അവരെ മക്കൾക്ക് എത്ര വയസ്സുണ്ടാവും? വാർദ്ധക്യം ബാധിച്ച വാപ്പിയമ്മയുള്ള ആ വാപ്പാനും മാനും മക്കൾക്ക് എത്ര വയസ്സുണ്ടാവുമെന്ന് വെറുതെ പറഞ്ഞു നോക്കി നിങ്ങൾ. ഏറ്റവും ചുരുങ്ങി 40-45 വയസ്സുണ്ടാവില്ലേ? വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നിങ്ങളൊന്നും വാർദ്ധക്യത്തിലെത്തിയിട്ടില്ല. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്വന്തമായി നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അതൊക്കെ അത് വാർദ്ധക്യം നിർത്തുന്നുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? മക്കൾ തന്നാലേ കഞ്ഞി കിട്ടുള്ളൂ, മക്കൾ വന്നാലേ വെള്ളം കിട്ടുള്ളൂ, മക്കൾ വന്നാലേ ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ, മക്കൾ വന്നാലേ മരുന്ന് കിട്ടുള്ളൂ. അങ്ങനത്തെ വാപ്പയും നിങ്ങളെ കൂടെ ഉണ്ട്. ആ വാപ്പയും ഉമ്മയും തെൻഹർഹുമ, അവർ നിങ്ങളെന്ത് ചെയ്യും? അവർ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കും. എങ്ങനെ? നിങ്ങൾ ഭക്ഷണം കളയരുതെന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം തുപ്പും. നിങ്ങൾ മരുന്ന് കുടിക്കാൻ പറഞ്ഞാൽ മരുന്ന് തുപ്പും. നിങ്ങൾ ബെഡിൽ മൂത്രയിക്കരുത് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ ബെഡ് തന്നെ മൂത്രയിക്കും. നിങ്ങൾ ആ ഭക്ഷണം തട്ടരുതെന്ന് പറഞ്ഞാൽ അവരത് തട്ടും. നിങ്ങൾ എത്ര ചെയ്തു കൊടുത്താലും നിങ്ങൾ അവർക്കൊന്നും ചെയ്യണില്ല, നിങ്ങളെ മോത്തോക്കി പറയും. ഇങ്ങനെ നിങ്ങളെ മനസ്സിൽ വേദനിക്കുന്ന നിങ്ങൾ കുത്തുവാക്കുകൾ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആരോടല്ല ഖുർആൻ പറഞ്ഞത്? ഇത് ചെറിയ കുട്ടികളോടല്ല. 40, 50, 50, 60 വയസ്സുള്ള മുതിർന്ന മക്കളുള്ള അവരെ വാപ്പാനിമാനെ ഖുർആൻ പറയാണ്. അങ്ങനെ ഒരു വെറുപ്പിക്കലിൻ്റെ മേൽ പലവട്ടം നിങ്ങളെ ആഞ്ഞാഞ്ഞ് പ്രയാസപ്പെടുത്തും, ബുദ്ധിമുട്ടിക്കും, കഷ്ടപ്പെടുത്തും. ആ സമയത്ത് നിങ്ങൾ വലാ തഖുല്ലഹുമാ ഉഫിൻ, നിങ്ങളെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്ന് ആ ഉപ്പാൻ്റെ മുഖത്തോ ഉമ്മാൻ്റെ മുഖത്തോ നോക്കി നിങ്ങൾ അവരുടെ മനസ്സിൽ പ്രയാസമുണ്ടാകുന്നതിൽ പറഞ്ഞാൽ നിങ്ങളെന്താണ്? നിങ്ങൾക്ക് നരകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ ഖുർആൻ്റെ റസൂലിന് താക്കീത് ആരോടല്ല, അത് ചെറിയ കുട്ടിയോടല്ല. ഒരു ഉദാഹരണമൊക്കെ കൂട്ടിച്ചേർക്കുക, അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾ കേട്ടൊരു ചരിത്രം ഉണ്ടാവും. യുദ്ധത്തിന് പോണൊരു സ്വഹാബി അല്ലേ, ഇനി ഞാൻ ആ ചരിത്രം പറഞ്ഞാൽ മനസ്സിലാവും. യുദ്ധത്തിന് പോണ സ്വഹാബി യുദ്ധത്തിന് വരികയാണ്. റസൂൽ ചോദിച്ചു, വീട്ടിൽ ആരാളുള്ളത്? വീട്ടിൽ പ്രായമുള്ള വാപ്പിയമ്മയുണ്ട്. എന്നാൽ ധൈര്യമായിട്ട് എന്ത് ചെയ്തോ, വീട്ടിക്ക് പോയിക്കോ, ഇതിനേക്കാൾ വലിയ ജിഹാദ് നിനക്ക് ഏതാണെന്നറിയോ? അതാണ് മോനെ. എന്ന് വെച്ചാൽ പ്രായമുള്ള വാപ്പാനും ഉമ്മാനും അവർ നമ്മൾ എന്തൊക്കെ പ്രയാസപ്പെടുത്തിയാലും ഒരു മടുപ്പും അറുപ്പും വെറുപ്പും തോന്നാതെ സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളെ ചെറിയ കുട്ടീനെ നോക്കണേനേക്കാളും നിങ്ങൾ അവരെ നോക്കണം. അത് നമ്മൾ എന്ത് ചെയ്യരുത്, പല സംഘടനാ പ്രവർത്തകരും അവർ ഓട്ടം കൊണ്ടോട്ടാണ്. പക്ഷേ സ്വന്തം ഉമ്മാൻ്റെ അടുത്തൊന്ന് പോയിരുന്ന് അല്പനേരം വർത്തമാനം പറയാൻ നേരമില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രായമായ വാർദ്ധക്യം ബാധിച്ച് നിങ്ങളുടെ ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ചാക്കിൽ 500ൻ്റെ കുറേ കെട്ടുകൾ കൊണ്ടുപോയി ഇങ്ങനെ കൊട്ടിക്കൊടുത്തു. ഞാൻ പറയും നിങ്ങളുടെ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാവും. ശരിയാണോ? നിങ്ങളുടെ ഉമ്മാക്ക് കിടന്നുറങ്ങാൻ വേണ്ടി നിങ്ങൾ സ്വർണം കൊണ്ടൊരു വീടുണ്ടാക്കി കൊടുത്തു. നിങ്ങളുടെ ഉമ്മ ഒരുപാട് സന്തോഷിക്കും. ശരിയാണോ? നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ ഒരുപാട് ഭക്ഷണം വിളമ്പിയിട്ട് ഉമ്മാൻ്റെ മുമ്പിൽ നിരത്തി വെച്ചു. ഉമ്മാക്ക് സന്തോഷമാവും. ശരിയാണോ? ശരി, സന്തോഷിക്കോ? നിങ്ങൾ ഉമ്മാൻ്റെ അസുഖത്തിൻ്റെ മരുന്ന് ഒരു കൊല്ലത്തിന് നിങ്ങൾ മരുന്ന് വാങ്ങിയിട്ട് ഉമ്മാൻ്റെ അലമാര കൊണ്ട് വെച്ചു കൊടുത്തു. ഉമ്മാക്ക് സന്തോഷമാവും. ശരിയാണോ? നിങ്ങൾ ഉമ്മാനെ നോക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം സർവഞ്ജിനെ വെച്ചിട്ട് ഹോം നേഴ്സിനെ വെച്ചിട്ട് ഉമ്മാനെ പരിചരിക്കാൻ വേണ്ടി ഉമ്മാൻ്റെ അടുത്ത് ആളാക്കി കൊടുത്തു. സന്തോഷാവോ? ഞാൻ പറയുന്നു, നിങ്ങൾ നാളെ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ലീവ് എടുത്തിട്ട് നിങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് പോയിരിക്കുന്നു, ഉമ്മാൻ്റെ കുശല അന്വേഷിക്കുന്നു, ഉമ്മാക്കൊന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നു, ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കുന്നു, ഉമ്മയോട് ഒരുപാട് സല്ലപിക്കുന്നു. നിങ്ങളുടെ ഉമ്മാക്ക് സന്തോഷാവോ? നിങ്ങളുടെ ഉമ്മാൻ്റെ കണ്ണ് നിറയും. നമുക്ക് നേരമില്ല. നമ്മൾ വിചാരിക്കണം എന്താണെന്നറിയോ, ഞാൻ ഇന്ന് രാത്രി തിരിച്ചു പോയാലും എൻ്റെ ഉമ്മ ജീവനോടെ എൻ്റെ വീട്ടിലുണ്ടാകുന്ന നിങ്ങളൊക്കെ വിചാരിക്കണമെങ്കിൽ അത് തെറ്റാണ് സഹോദരങ്ങളെ. ഒരു ദിവസം ഉമ്മാൻ്റെ മരണവാർത്തകൾ കേൾക്കും, അത് നിങ്ങൾ ഖേദിക്കും. ഈ പറയുന്ന എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ കൂടെ എത്ര താമസിക്കാൻ ഞാൻ ആഗ്രഹിച്ചാലും എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയില്ല, ഉണ്ടോ? അതുകൊണ്ട് ആ ഉമ്മാനെ നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അത് നമ്മുടെ ഒരു കടമയാണ്. വസ്സൈനൽ ഇൻസാന ബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹ് റസൂലും കഴിഞ്ഞ് പഠിച്ചോൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ സമ്പാദിച്ചോളി കുഴപ്പമൊന്നും, പക്ഷേ ഉപ്പാനും ഉമ്മാനും നിങ്ങൾ നോക്കണം കേട്ടോ എന്നാണ്. അതുകൊണ്ട് ഉപ്പാനും ഉമ്മാനും എന്ത് ചെയ്യുക, നോക്കാൻ നമ്മൾ പടച്ചോനെ മറന്ന് നമ്മൾ ജീവിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മളിൽ നിലനിർത്താൻ നമ്മളെ സഹായിക്കും. ഞാൻ അവസാനിപ്പിക്കാനാണ് സംശയം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഒരു വിശ്വാസി എല്ലാ സമയത്തും ആരാവണം, അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്ന അവൻ്റെ ആരാധനകൾ കൊണ്ട്, അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട്, അവൻ്റെ കടമകൾ കൊണ്ട്, അവൻ്റെ സംസാരങ്ങൾ കൊണ്ട്, അവൻ്റെ ചിന്തകൾ കൊണ്ടൊക്കെ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല വിശ്വാസിയെ കൊണ്ട് എന്ത് ചെയ്യണം, ജീവിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.